എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എൻ്റെ അടുത്തും പണ്ടേ മുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. സാറേ, ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്നോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അത് ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ആൾ വരാറുണ്ട്. എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റായിട്ട് റിയാക്ഷൻ ഉണ്ടാകുക എന്നുള്ള ഒരു സാധനം. അപ്പോൾ ഇത് ഇപ്പോഴും എൻ്റെ അടുത്ത ചില ആൾക്കാർ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ചിലർ പറയും നമ്മുടെ ഒരു നാവിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ കരിനാക്കുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ കറുത്ത കളറുള്ള നാവാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഇതിനകത്തൊരു എനർജിയുടെ ഒരു വർക്കുണ്ട്. ഒരു എനർജി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ആളുകളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് അത്തരം എനർജി ഉള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞു വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, സുഖമായിട്ടിരിക്കണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാലും വയറിന് കംപ്ലയിൻ്റൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വേറെ ആളോട് പറഞ്ഞു വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയണം നമ്മളെപ്പറ്റി, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയറൊക്കെ എന്താ ശാന്തം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ വയറിൻ്റെ പ്രശ്നം പോകും. നമ്മളെപ്പറ്റി പറഞ്ഞാലും വേറെ ആളെപ്പറ്റി പറഞ്ഞാലും സെയിം തന്നെ സംഭവിക്കും. ഇത് ചില ആളുകൾ പറയാറുണ്ട് അതിനകത്ത്. അതുപോലെ എൻ്റെ വണ്ടിക്ക് ഒരു കേടുമില്ല, അത് ഇത്ര കൊല്ലമായി, ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എത്ര നല്ല വണ്ടി വേറെ ഇല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും സാധനം കേടായിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തൊരു എനർജി വർക്കാണ് ആക്ച്വലി. അല്ലാണ്ട് അതിനകത്ത് ശാസ്ത്രീയമായിട്ട് നമുക്കൊരു സാധനം തെളിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് എന്താണ് അതിനകത്തുള്ളൊരു ശാസ്ത്രീയത അല്ലേ. പക്ഷേ ഇവിടെ പ്യുവറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് എനർജിയുടെ വർക്കാണ്, ഒരു ബാഡ് എനർജി. അത് ഒരു പ്രത്യേകതരം എനർജി ഇങ്ങനെയുള്ള ആളുകളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കും. നമ്മളുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളാണെങ്കിലും നമ്മളോട് വഴക്കിടുന്നൊരവസ്ഥ വരില്ലേ അല്ലേ. അവർ നമ്മൾ കാണുമ്പോഴേക്കും അയ്യോ അതേ വരുന്നുണ്ട്, ഇവനിപ്പോൾ എന്തെങ്കിലും നമ്മളോട് പറയും. അപ്പോൾ പയ്യെ നമ്മളത് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ നമ്മളത് സംസാരിക്കാതെ അവർ ഒരു ന്യൂട്രലായിട്ട് നിന്നിട്ട് അങ്ങനെയാണ് പോകും. അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു ബന്ധുവായിരിക്കും, അവരങ്ങനെ അയ്യോ അതങ്ങനെ മാറിപ്പോണത്, ഇപ്പോൾ നമ്മുടെ അടുത്ത് അടുപ്പം കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കുക. പലരും പറയാറുണ്ട് അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നതാണ്, സംഭവിച്ചു പോവുകയാണ്, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് മഹാകാളി ഹീലിങ്ങിലൂടെ അത്തരം എനർജീനെ മാറ്റാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ശ്രമമായിട്ട് ആ എനർജീനെ എടുത്ത് നമുക്ക് റിലീസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കളയാൻ പറ്റുമോ എന്ന് ഒന്ന് പരീക്ഷിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും ഈ ബ്ലാക്ക് എനർജീസും കാര്യങ്ങളും അല്ലെങ്കിൽ സോളിനെയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത്തരം പർട്ടിക്കുലർ കേസിനകത്ത് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഹൗസ് ഹീലിംഗ് എന്ന പരിപാടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറേ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നല്ല റിസൾട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഒരു പരിപാടി കൊടുത്തിട്ട് അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട്. കാരണം ഒരാൾ ഹീൽ ചെയ്യാൻ വരുമ്പോഴെന്താ അറിയും, നമ്മൾ ഒരാളെ ഹീൽ ചെയ്ത് വിടുകയാണ്, അവരിലുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റി അവരെ ക്ലിയറാക്കി അങ്ങോട്ട് വിടുന്നു. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ദൈവയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വീട് ശരിയല്ലെങ്കിലോ, അവരുടെ വീട്ടിലെന്തെങ്കിലും എനർജീസ് രാത്രിയാകുമ്പോൾ വന്നു പോകുന്ന ബാഡ് എനർജീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ഥായിയായിട്ടൊരു ശത്രു ഉണ്ടെന്നായിരിക്കും. ശത്രു ഇങ്ങനെ ഇടക്കിടക്ക് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ബാധന വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ശുദ്ധമാക്കിയ ശരീരത്തിലേക്ക് വീണ്ടും നെഗറ്റീവ് എനർജി ഒന്ന് കയറൂലേ.
അത് റിയാലിറ്റി അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ചെയ്തു പോയ ആൾക്കാർക്ക് ഇനി എൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിലും ആരുടെ അടുത്ത് വന്നിട്ട് ചെയ്തു പോയാലും ഈ നിയമം ബാധകമാണ്. അപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്തു പോയാൽ നിങ്ങൾ ജപങ്ങൾ, നല്ല മന്ത്രജപങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറയും. ആ മന്ത്രജപങ്ങളിലൂടെ നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ ഓറയെയും ചക്രേനെയൊക്കെ ബലപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ദൈവിക ചൈതന്യം ഉണ്ടെങ്കിൽ അതിനെയും ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആക്ടിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയും അതിന് രക്ഷപ്പെട്ട് പോകാൻ പറ്റും. ഒരു പരിധി വരെ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ, പൂർണ്ണത ഞാൻ പറയില്ല, പൂർണ്ണത ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ രണ്ടാമത് ഈ എനർജി അറ്റാക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും ഈ എനർജി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്തു പോയ ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു പൂജാരിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഹൗസ് ഹീലിംഗ് പരിപാടി അങ്ങനെയാണ്. ആ ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ ഹൗസ് ഹീലിംഗ് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ കൈവിഷത്തിൻ്റെ പരിപാടി, ഈ കൈവിഷത്തിൻ്റെ പരിപാടി ഇപ്പോൾ നമ്മൾ വയറിലേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉള്ള ഹീലിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 പേർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് റിസൾട്ട് ഉണ്ട്. ഈ വയറിൻ്റെ കൈവിഷം ചെന്നിട്ടുണ്ടായ വയറ് കേടായി പോയ ആൾക്കാർ, വളരെയധികം വയറിന് മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയ ആൾക്കാരാണ് 2 പേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരും. അതിന് മുമ്പ് വേറെ 2 പേർക്ക് നമ്മൾ ജനറൽ ഹീലിംഗ് കൂടാണ്ട് അഡീഷണലായിട്ട് ഹീലിംഗ് കൊടുത്തിട്ട്, അത് സിംഗിൾ ഹീലിങ്ങിലും അത് പൂർണ്ണമായിട്ടും മാറില്ല. അത് നമുക്ക് 3-4 സെഷൻസ് ചെയ്യേണ്ടി വരും. ആ വയറിൻ്റെ ഉദരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഹീലിംഗ്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 കേസുകൾ ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. അത് 2-3 സെഷൻ ഇപ്പോൾ അവരുടെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സെഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വയറ് പൂർണ്ണമായിട്ടും നോർമലിലേക്ക് വരുമെന്നാണ് തോന്നുന്നത്, ഞാൻ വിചാരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഈ ഒരു കേസും കൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറയുക, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതെല്ലാം നമ്മുടെ പുതിയ പരീക്ഷണങ്ങളാണ്. നമുക്ക് തന്നേക്കണ ഒരു കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ റിലീസിങ്ങും അതുപോലെ സോൾ റിലീസിങ്ങുമാണ് നമുക്ക് കിട്ടിയേക്കണ കഴിവുകൾ. അപ്പോൾ അതിനെടുത്ത് മാറ്റുന്നതിനാണ് നമുക്ക് ദേവി നമ്മൾ പറഞ്ഞേക്കണം. പക്ഷെ നമ്മളായിട്ട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് ഇതേപോലത്തെ പല മേഖലകളിലേക്ക് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ പലതാണല്ലോ, നിരവധി ആവശ്യങ്ങളായിട്ടാണ് ആൾക്കാർ വരുന്നത്. എല്ലാം ഒന്നും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റണത് അത്രേ പറ്റൂ. അപ്പോൾ ഇത് അത്തരം ആളുകളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. അത് ഇതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നടത്തുന്ന ആൾക്കാർ നിങ്ങളുടെ അകന്നു പോകുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലുള്ള കുഴപ്പം കൊണ്ടല്ല, പക്ഷേ ഈ ഒരു എനർജി നിങ്ങളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ചിലർ പറയും അത് നാവിൽ ഗുളികൻ അല്ലെങ്കിൽ രക്തത്തിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളത്. അതിനെപ്പറ്റി എനിക്ക് അത്ര അങ്ങോട്ട് അറിവില്ല കേട്ടോ. ആ ഒരു ടോപ്പിക്കിൽ ജ്യോതിഷം നമ്മളുടെ ഈ ഇതിലൂടെ അതിൻ്റെ ആ ഒരു എനർജീനെ എലിമെൻറ്റിനെ എടുത്ത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ള ഏതെങ്കിലും വിദ്യ ഡെവലപ്പ് ചെയ്ത് എടുത്താൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.